രാജ്യത്തെ ലക്ഷക്കണക്കിന് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കിയ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ഉയർന്ന പ്രക്ഷോഭം രാജ്യത്തിന്റെ സമര ചരിത്രത്തിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഈ പ്രതിഷേധത്തിന്റെ മുൻനിരയിലുള്ളത് ജെൻസി അഥവാ ഇന്റർനെറ്റ് യുഗത്തിൽ ജനിച്ചു വളർന്ന യുവതലമുറയാണ്. അതിനാൽ തന്നെ പരമ്പരാഗത സമര രീതികളെ പൂർണ്ണമായും പൊളിച്ചെഴുതിക്കൊണ്ട് സോഷ്യൽ മീഡിയ ട്രെൻഡുകളെയും മീമുകളെയും അവർ തങ്ങളുടെ മൂർച്ചയേറിയ സമര ആയുധങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. പുതിയ തലമുറയുടെ പുത്തൻ സമര രീതികളെക്കുറിച്ച് വിശദമായി അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. സാധാരണയായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാറുള്ള ഗെറ്റ് റെഡി വിത്ത് മീ അഥവാ GRWM വീഡിയോകൾ ഓർമ്മയില്ലേ? പുറത്തു പോകാനോ മേക്കപ്പ് ചെയ്യാനോ ഉള്ള ഒരുക്കങ്ങൾ കാണിക്കുന്ന വീഡിയോകൾ. ഇന്ന് അത്തരം വീഡിയോകളിൽ മേക്കപ്പ് ചെയ്യുന്നതിനും വസ്ത്രം ധരിക്കുന്നത് കാണിക്കുന്നതിന് പകരം പ്ലക്കാർഡുകൾ, ചായം പൂശുന്നതും വെള്ളക്കുപ്പികൾ ബാഗിലാക്കി കൂട്ടുകാരോടൊപ്പം സമരപന്തലിലേക്ക് ഇറങ്ങുന്നതുമാണ് പ്രതിഷേധക്കാരായ വിദ്യാർത്ഥികൾ റീലുകളാക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ജനപ്രിയ ഫോർമാറ്റുകളെ തങ്ങളുടെ സമരത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാനുള്ള മാർഗമാക്കിയിരിക്കുകയാണ് പുതിയ തലമുറ. മറ്റൊരു രസകരമായ വൈറൽ ട്രെൻഡ് സബ്വേ സർഫേഴ്സ് ആണ്. തെരുവിൽ പോലീസിന്റെ കണ്ണു വെട്ടിച്ചോടുന്ന പ്രതിഷേധക്കാരുടെ ദൃശ്യങ്ങൾക്ക് പ്രശസ്തമായ സബ്വേ സർഫേഴ്സ് മൊബൈൽ ഗെയിമിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നൽകി യഥാർത്ഥ ജീവിതത്തിലെ സബ്വേ സർഫേഴ്സ് എന്ന പേരിലാണ് അവർ പ്രചരിപ്പിക്കുന്നത്. കേവലം ഒരു സമര ദൃശ്യം എന്നതിലുപരി ഒരേ സമയം ഹാസ്യവും എന്നാൽ ശക്തമായ സന്ദേശവും നൽകുന്ന വൈറൽ മീമായി ഇത് മാറി. ഇതിനു പുറമെ ആദ്യമാരാണ് ഐ ലവ് യു പറഞ്ഞത് എന്ന പ്രണയ മീമുകളെ രാഷ്ട്രീയ ചോദ്യങ്ങളായി മാറ്റി അവതരിപ്പിച്ചു. ചക് ദേ ഇന്ത്യ, ഭാഗ് DK ബോസ്, ഭാഗ് മിൽഖ ഭാഗ് തുടങ്ങിയ തകർപ്പൻ പാട്ടുകൾ ചേർത്ത് എഡിറ്റ് ചെയ്ത ട്രാൻസിഷൻ വീഡിയോകൾ ഇറക്കിയും ഈ വിഷയം സമൂഹത്തിൽ നിരന്തരം ചർച്ചയായി നിർത്താൻ ഈ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടും തീർന്നില്ല. പോപ്പ് കൾച്ചർ കഥാപാത്രങ്ങളുടെ വേഷപ്പകർച്ചയും നർമ്മം കലർന്ന പ്ലക്കാർഡുകളുമാണ് പ്രക്ഷോഭത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണം. ബാറ്റ്മാൻ, സ്പൈഡർമാൻ, അമീർ ഖാന്റെ PK തുടങ്ങിയ കഥാപാത്രങ്ങളുടെ വേഷങ്ങൾ അണിഞ്ഞാണ് പല വിദ്യാർത്ഥികളും തെരുവിലിറങ്ങിയത്. എന്റെ എക്സ് പോലും എന്നെ ഇത്രയധികം അവഗണിച്ചിട്ടില്ല, ഡേറ്റിംഗ് ആപ്പിലെ മാച്ചുകൾ ഇതിലും വേഗത്തിൽ മറുപടി തരും തുടങ്ങിയ മൂർച്ചയേറിയ ആക്ഷേപഹാസ്യ വാചകങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ വലിയ രീതിയിലാണ് വൈറലായത്. കൂടാതെ ഫിറ്റ്നസ് ആപ്പുകളും ഡിജിറ്റൽ സറ്റയറുകളും വരെ ഇവിടെ സമരമാർഗങ്ങളായി മാറി. ലാത്തി ചാർജിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടിയ ദൂരം സ്ട്രാവ ഫിറ്റ്നസ് ആപ്പിൽ ട്രാക്ക് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടുകൾ, സൗജന്യ കാർഡിയോ തന്നതിന് ഡൽഹി പോലീസിന് നന്ദി എന്ന തമാശയോടെ വിദ്യാർത്ഥികൾ പങ്കുവച്ചു. ആക്ഷേപഹാസ്യവും റാപ്പും സറ്റയർ ഗ്രൂപ്പുകളും ചേർത്ത് യുവതലമുറ പരീക്ഷാ തട്ടിപ്പിനെതിരെ ഉയർത്തിയ പ്രതിഷേധത്തെ ജനപ്രിയ സംസ്കാരത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ്. ചുരുക്കത്തിൽ മീമുകളും റീൽസുകളും കേവലം വിനോദം മാത്രമല്ല, ഭരണകൂടങ്ങളെ ചോദ്യം ചെയ്യാനും വലിയ ജനശ്രദ്ധ നേടാനുമുള്ള ശക്തമായ സാമൂഹിക ഉപകരണമാണെന്ന് തെളിയിക്കുകയാണ് ഈ വിദ്യാർത്ഥി സമരം. തെരുവിൽ നിന്ന് തുടങ്ങിയ ഈ പോരാട്ടം പാർലമെന്റിലും ഡിജിറ്റൽ ലോകത്തും ഒരേപോലെ തരംഗമായി തുടരുകയാണ്.